വെറും 50 ഗ്രാം മാത്രം ഭാരമുള്ളൊരു ചെറിയ പക്ഷി അതിന് ആകാശത്തിലെ രാജാക്കന്മാരെന്നറിയപ്പെടുന്ന പരുന്തിനെയോ പ്രാപ്പിടിയനെയോ കാക്കയോ ഒക്കെ ഓടിച്ചു തല്ലാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയും ഇല്ല എന്ന്. എന്നാൽ നമ്മുടെ കേരളത്തിലെ ആകാശത്ത് അങ്ങനെ ഒരു ഫൈറ്റർ ജെറ്റ് പറക്കുന്നുണ്ട്. അതിനെ കണ്ട് വമ്പൻ വേട്ടപ്പക്ഷികൾ പോലും ഭയന്ന് വിറയ്ക്കും. ലോകം ഇതിനെ ബ്ലാക്ക് ഡ്രോങ്കോ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ നമ്മുടെ ഗ്രാമത്തിൽ ഇതിനെ കാക്കത്തമ്പുരാട്ടി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ പ്രകൃതിയോടെ ഈ ഭയരഹിതനായ യോദ്ധാവിനെ കുറിച്ചുള്ള നിങ്ങൾ ഇതുവരെ കേട്ടില്ലാത്ത ചില കഥകൾ നമ്മൾ അറിയാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ തീർച്ചയായും അവസാനം വരെ കാണുക. നമുക്ക് ആദ്യമായി ഇതിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. പലപ്പോഴും ആളുകൾ ദൂരെ നിന്ന് കണ്ട് ഇതിനെ കാക്കയാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇത് കാക്കയല്ല. ഇതിന്റെ പൂർണ്ണ ശരീരം കരി പോലെ തിളങ്ങുന്ന കറുത്ത നിറമുള്ളതാണ്. ഇതിന്റെ കണ്ണുകൾ നേരിയ ചുവപ്പ് നിറത്തിലുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ വാലാണ്. അത് നടുവിൽ നിന്ന് കട്ടായ രീതിയിലാണ് ഉള്ളത്. അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി പോലെയാണ്. ഇത് പറക്കുന്നത് കാണുന്നത് ഒരു ഫൈറ്റർ ജെറ്റ് പ്ലെയിൻ കാണുന്നത് പോലെയാണ്. കാരണം ഇതിന്റെ വാൽ കാറ്റിൽ പെട്ടെന്ന് തിരിക്കാൻ അഭ്യാസങ്ങൾ കാണിക്കാനും ഇതിനെ സഹായിക്കുന്നു. ഇവർക്ക് വളരെ ദേഷ്യമുള്ള സ്വഭാവമാണുള്ളത്. ഈ പക്ഷി തന്റെ അതിർത്തിയെക്കുറിച്ച് എത്രത്തോളം പൊസസീവ് ആണ് എന്ന് വെച്ചാൽ ഇതിന്റെ കൂട്ടിന്റെ അടുത്ത് ഏതെങ്കിലും പരുന്തോ പ്രാപ്പിടിയനോ പൂച്ചയോ അല്ലെങ്കിൽ മനുഷ്യനോ വന്നാൽ പോലും ഇത് നേരെ അവരെ ആക്രമിക്കും. ഇത് ആകാശത്തിൽ പറന്നുകൊണ്ട് തന്നെ അവരുടെ മേൽ കൊത്തി മുറിവേൽപ്പിക്കും. ഇതിന്റെ ഈ ധൈര്യത്തിന്റെ ആനുകൂല്യം അങ്ങാടിക്കുരുവി, പ്രാവ് തുടങ്ങിയ മറ്റു ചെറിയ പക്ഷികൾ മുതലെടുക്കുന്നു. അവർ മനഃപൂർവ്വം തങ്ങളുടെ കൂടുകൾ ഡ്രാങ്കോയുടെ കൂടിന് സമീപം ഉണ്ടാക്കുന്നു. കാക്കത്തമ്പുരാട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു വേട്ടക്കാരനും അടുത്തെങ്ങും വരാൻ ധൈര്യപ്പെടില്ല എന്ന് അവയ്ക്കറിയാം. അതായത് ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സൗജന്യ സെക്യൂരിറ്റി ഗാർഡിന്റെ ജോലി ചെയ്യുന്നു. കാക്കത്തമ്പുരാട്ടി ഒരു പോരാളി മാത്രമല്ല, ബുദ്ധിയുടെ കാര്യത്തിലും വളരെ മിടുക്കനാണ്. മറ്റുള്ളവരുടെ ശബ്ദം അനുകരിക്കുന്നതിൽ ഇവർ വിദഗ്ധരാണ്. അതായത് ഇവയെ ഒരു മിമിക്രി കിങ് എന്ന് വരെ വിളിക്കാം. പരുന്തിന്റെ ശബ്ദം അതുപോലെ ഉണ്ടാക്കാൻ ഇതിന് കഴിയും. ഒരു വശത്തെ ഈ പക്ഷി അന്യർക്ക് ഇത്രയും ഭീകരമാണെങ്കിലും സ്വന്തം കുടുംബത്തോട് വളരെ കരുതലോടെയാണ് പെരുമാറുന്നത്. വേനൽക്കാലത്ത് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്താണ് ഇവയുടെ പ്രജനനകാലം. ആണും പെണ്ണും കാക്കത്തമ്പുരാട്ടികൾ ചേർന്ന് മരത്തിന്റെ രണ്ട് ശാഖകൾക്കിടയിൽ ചെറിയൊരു കപ്പ് ആകൃതിയിലുള്ള മനോഹരമായ കൂട് നിർമ്മിക്കും. ഈ കൂട് ശക്തമാക്കാൻ അവ ചിലന്തി വല ഉപയോഗിക്കാറുണ്ട്. കാറ്റിൽ കൂട് താഴെ വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ് അവ ഇങ്ങനെ ചെയ്യുന്നത്. പെൺ കാക്കത്തമ്പുരാട്ടി 3 മുതൽ 4 വരെ മുട്ടകൾ ഇടും. ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം എന്തെന്നാൽ മുട്ടകൾ സംരക്ഷിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതും അച്ഛനും അമ്മയും ചേർന്ന് പൂർണ്ണ ഉത്തരവാദിത്തോടെയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്കിവരുടെ മനോഹരമായ ശബ്ദമൊന്ന് കേട്ടു നോക്കാം. ഇവൻ എന്തിനാണ് മറ്റു പക്ഷികളുടെ ശബ്ദം അനുകരിക്കുന്നത് എന്നറിയാമോ? ഏതെങ്കിലും പക്ഷിയിൽ നിന്നോ മൃഗത്തിൽ നിന്നോ ഇര തട്ടിയെടുക്കേണ്ടി വരുമ്പോൾ ഇത് ഉറക്കെ പരുന്തിന്റെ ശബ്ദമുണ്ടാക്കുന്നു. പേടിച്ച് ബാക്കി മൃഗങ്ങൾ തങ്ങളുടെ ഭക്ഷണം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. നമ്മുടെ ഡ്രോങ്കോ ആകട്ടെ സമാധാനമായി ആ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഈ പക്ഷിയുടെ മറ്റൊരു പ്രത്യേകത ഇത് വയലുകളിൽ കർഷകരുടെ മികച്ചൊരു സുഹൃത്താണ് എന്നതാണ്. കർഷകർ നിലം ഉഴുതുമറിക്കുമ്പോൾ മണ്ണിൽ നിന്ന് പുഴുക്കൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ കാക്കത്തമ്പുരാട്ടി അവരുടെ പിന്നാലെ പറന്ന് ആ പുഴുക്കളെ തിന്നുന്നു. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഇവനെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അടുത്ത തവണ നിങ്ങളുടെ വീടിന് ചുറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും കരണ്ട് കമ്പിയിലോ ഈ കറുത്ത പക്ഷിയെ കാണുമ്പോൾ ഇതിനെ ഒരു സാധാരണ കാക്കിയാണ് എന്ന് കരുതി തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മുടെ ആകാശത്തിന്റെ സംരക്ഷകനാണ്. ചെറുതാണെങ്കിലും വലിയ ഹൃദയമുള്ള ഭയമില്ലാത്തവൻ. നിങ്ങൾ എപ്പോഴെങ്കിലും കാക്കത്തമ്പുരാട്ടിയെ വലിയ പക്ഷികളോട് പോരാടുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് തീർച്ചയായും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള രസകരമായ വീഡിയോകൾക്കായി ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.